ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമിനും നിധിക്കും ഇങ്ങനെ നിഖിൽ വിളിക്കുകയാണ് കേട്ടോ. നിഖിൽ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. നിഖിൽ പറയാണ്, രേണുക ആൻറ്റി ഇവിടെ നിന്നും പോന്നിട്ടുണ്ട്, അവരുടെ ലൊക്കേഷൻ ഓണാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന വണ്ടിയുടെ ഫോട്ടോ അയച്ചിട്ടുണ്ട്, അതിൽ നമ്പറുണ്ട്, അവരെ ഫോളോ ചെയ്ത് ചേച്ചിയും ചേട്ടനും പോയിക്കോളൂ എന്ന് നിഖിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈവ് ലൊക്കേഷനാണ്, അതുകൊണ്ട് ഇപ്പോൾ ആൻറ്റി എവിടെയാണുള്ളതെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ള വാക്കുകളൊക്കെ ആയിട്ടോ. എന്നാൽ ഈ സമയം വസുന്ധര ഇങ്ങനെ ശിവാനിക്ക് വിളിച്ചിരിക്കുകയാണ്. നിങ്ങളെവിടെ എത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്താ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാനിങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അസുഖ ലക്ഷണങ്ങൾ കാണിച്ചു എന്നൊക്കെ, ലക്ഷണക്കേട് കാണിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ, അതൊന്നും ഇത്ര വിഷയമാക്കണ്ട, അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ പറയുന്നു കേട്ടോ. പിന്നീട് ഗൗതമും നിധിയും ഒത്തിരി തവണ ഈ ഡോറ് തുറക്കാൻ ഇനി എങ്ങനെയാണ് തട്ടുക എന്ന് പറഞ്ഞ് തട്ടുന്നതിനിടയ്ക്കാണ് അതുവഴി പൂജാരി പോകുന്നത്. അങ്ങനെ പൂജാരി ശബ്ദം കേട്ട് ഓടി വന്നിട്ട്, ഇതെന്താ ഈശ്വര ഈ കഥക് ഇങ്ങനെ തട്ടുന്നത്? അപ്പോഴേക്കും അവിടെ നിധി സംസാരിക്കുകയാണ്, ഒന്ന് തുറന്നു തരുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഗൗതമും സംസാരിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ പറയാണ് പൂജാരി, നിങ്ങളെന്തേ ഇവിടെ ഇങ്ങനെ എത്തിപ്പെട്ടു, നിങ്ങളെങ്ങനെ ഇതിൽ അകപ്പെട്ടു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ്, ഞങ്ങളെ ആരോ പുറത്തു നിന്നും പൂട്ടിയതാണ് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഗൗതം ഇത് പറഞ്ഞ ഉടൻ തന്നെ നിധി പൂജാരിയോട് പറയാണ്, ഒരുപാട് നന്ദിയുണ്ട് ഈ സമയം നിങ്ങൾക്ക് ഇതുവരെ ഇതുവഴി വരാൻ തോന്നിയതിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പൂജാരി പറയാണ്, ദൈവമാണ് എന്നെ വിളിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഈ വഴി വന്നത്, എന്തായാലും മക്കൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടണം കേട്ടോ. പിന്നീട് അവരൊന്നും നോക്കില്ല, വണ്ടിയെടുക്കുകയാണ്. പെട്ടെന്ന് വണ്ടിയെടുത്ത് ഈ ലൊക്കേഷൻ അനുസരിച്ച് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ വസുന്ധരയാണ് കാണിക്കുന്നത്. വസുന്ധര ഈ താലി കെട്ടുന്ന അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ വസുന്ധരയ്ക്ക് വലിയ സന്തോഷം തന്നെയാണ്. ഇവരെ കാണുന്നില്ലല്ലോ, ഇത്രയും നേരമായിട്ടും ഞാൻ എത്തിയിട്ട് ഇവരെത്തിയിട്ടില്ലല്ലോ. ആ നിധിയെയും ഗൗതമിനെയും ഞാൻ റൂമിലിട്ട് പൂട്ടി, പക്ഷേ ഇവരെവിടെ പോയി കിടക്കുകയാണ്, ഇവരോട് എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല എന്നൊക്കെ ശിവാനിയും CK ചന്ദ്രബോസിനെയൊക്കെ കുറിച്ച് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴാണെങ്കിലും ഇങ്ങനെ രേണുകയെ കാണിക്കുന്നുണ്ട്, എൻ്റെ മകളുടെ അടുത്തോട്ട് എനിക്ക് വേഗം എത്തണം, എനിക്ക് പെട്ടെന്ന് എത്താൻ നോക്കണം, എന്തായാലും കാര്യങ്ങൾ അടിപൊളിയായി തന്നെ നടത്തണം, എൻ്റെ മകളുടെ ജീവിതം ഇന്നത്തോടു കൂടി മാറി മറിയാണ്, എന്തായാലും ഈശ്വരമംഗലത്തെ മരുമകളാവാൻ പോവില്ലേ എൻ്റെ മകൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷവതിയായിട്ട് ഇങ്ങനെ രേണുക ഇങ്ങനെ യാത്ര തുടരുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇവിടെ പ്രണവും ശിവാനിയും ഈ അമ്പലത്തിൽ വന്നിറങ്ങുന്നത്. അങ്ങനെ അവരിങ്ങനെ വരികയാണ്. CK ചന്ദ്രബോസും പറയുന്നുണ്ട്, വസുന്ധര ഇനിയിപ്പോൾ എന്താ പറയുന്നറിയില്ല, എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാമെന്ന് പറയാണ്. അങ്ങനെ വസുന്ധരയുടെ മുന്നിലോട്ട് ചെല്ലാണ് കേട്ടോ. വസുന്ധരയാണെങ്കിൽ ആ സമയം കടിച്ച് കീറാണ്, നിങ്ങൾ എവിടെയായിരുന്നു, എത്ര നേരമായി നിങ്ങളെ കാത്തിരിക്കുന്നത്, എന്താണ് നീ കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് CK ചന്ദ്രബോസിൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെടുമ്പോൾ അവർ പറയാണ്, ഭയങ്കര ട്രാഫിക്കാണ്, ട്രാഫിക്കിൽ പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ലൈറ്റ് ആയതെന്ന് പറയും കേട്ടോ. എന്നാൽ ഈ സമയം എന്തായാലും ഇനി കാര്യങ്ങൾ അധികം വഴുകിക്കേണ്ട, പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് നീക്കാം. ആ നിധിയും ഗൗതമും ഇല്ല, അവരെ രണ്ടുപേരെയും ഞാൻ റൂമിലിട്ട് പൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, അവരെന്നെ ഫോളോ ചെയ്ത് വന്നിരുന്നു എന്ന് പറയുമ്പോൾ ശിവാനി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈശ്വര എന്താ ഈ പറയുന്നത് എന്നിങ്ങനെ നല്ല വല്ല ശിവാനി നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അവരെ ഫോളോ ചെയ്താണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്, എന്തായാലും ഇനി അവർ വരില്ല, അവരുടെ ശല്യം ഒഴിവാവില്ല എന്ന് പറയാൻ പറ്റില്ല, നിധി എപ്പോൾ വേണമെങ്കിലും എത്താം, നിധി വാശിക്കാരിയാണ്, നിധി കല്യാണം മുടക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ മുടക്കിയിരിക്കും, അതുകൊണ്ട് തന്നെ പ്രണവ് ശിവാനി ഇനി നേരം വഴുകിയേക്കണ്ട, പെട്ടെന്ന് കാര്യങ്ങൾ നോക്കട്ടെ, ഞാൻ എല്ലാവരെയും എതിർത്ത് നിങ്ങൾക്കൊപ്പം നിന്നത് നിങ്ങളുടെ ഇഷ്ടം കണ്ട് നിങ്ങൾ തമ്മിൽ ചേരണം എന്നുള്ള ആ മനസ്സിൻ്റെ ആ സ്നേഹം മനസ്സിലാക്കി നിന്നതാണ് എന്നൊക്കെ ഇങ്ങനെ വസുന്ധര പറയുമ്പോൾ പ്രണവ് പറയണേ, ആൻറ്റിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, നീ എന്തിനാടാ എന്നോട് നന്ദി പറഞ്ഞത്, നീ എൻ്റെ മകനല്ലേ, ഒരു അമ്മ ചെയ്യേണ്ട കടമകളല്ലേ ഞാനിത് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ, നീ ടെൻഷൻ അടിക്കണ്ട, നീ കാര്യങ്ങളൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, നിന്നെ എല്ലാവരും സ്വീകരിക്കും, വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ എല്ലാവർക്കും വേണ്ടി വരും എന്നുള്ള വാക്കുകളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ കേട്ട് ഒത്തിരി സന്തോഷമാവുകയാണ് പ്രണവിനും ശിവാനിക്കും. അങ്ങനെ ഈ സമയം വസുന്ധരയെക്കുറിച്ച് CK ചന്ദ്രബോസ് പറയണേ, വസുന്ധരയെ കാര്യം എന്ത് പറയുകയാണെങ്കിലും വസുന്ധരയുടെ ബുദ്ധി അത് അടിപൊളി തന്നെയാണ്, എന്തായാലും ആ നിധിയെയും ഗൗതമിനെ ഒതുക്കാൻ കഴിഞ്ഞല്ലോ, അവൾക്ക് ഈ പറയുന്ന ശിവാനി അങ്ങോട്ടേക്ക് കയറി ചെന്നില്ല, അസൂയുണ്ട് ഈ പറയുന്ന നിധിക്ക്, അതുകൊണ്ടാണ് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ കുശുമ്പ് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ പ്രണവിൻ്റെ ഉള്ളിൽ വീണ്ടും പകയായി മാറാണ്. അപ്പോൾ ഇതേ സമയം നിധിയെയും ഗൗതമിനെയാണ് കാണിക്കുന്നത്, ലൊക്കേഷൻ അനുസരിച്ച് പോവുകയാണ്. അപ്പോൾ ഈ സമയം വണ്ടി ഏതാണെന്ന് നോക്കി എന്ന് പറയണം. അപ്പോൾ നിധി പറയാം, അതെങ്ങനെ നോക്കാനാണ് എന്നിങ്ങനെ നിധി പറയുന്നുണ്ട്, തനിക്കല്ലടോ ഫോട്ടോ അയച്ചു തന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ സമയം എത്രയായി, ഒന്ന് വേഗം വിടൂ എന്ന് രേണുക ഓട്ടോറിക്ഷക്കാരനോട് പറയണ്ട. അപ്പോൾ അയാൾ പറയാം, എനിക്ക് ഇത്ര സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ, ഇതിലും സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ, ഈ മരണത്തിനോട് സംസാരിക്കേണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നിധി ഇങ്ങനെ മുന്നോട്ട് പോയി കൂടി ഇരിക്കുക. അപ്പോൾ നിധി പറയാണ്, ഈ വഴിയാണ് എൻ്റെ ആൻറ്റി പോകുന്നതെന്ന് തോന്നുന്നു, നമുക്ക് ഈ വഴി പോകാമെന്ന് പറയുമ്പോൾ
ഇതുവഴി പോയാൽ നല്ല ട്രാഫിക്കാണ്, ആൻറ്റിയുടെ കൂടെയല്ലേ നമുക്ക് പോകാൻ കഴിയുള്ളൂ, അപ്പോഴേക്കും ഇവിടെ വിവാഹം കഴിയുമോ എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഒരു ഓട്ടോയിലാണ് ആൻറ്റി പോകുന്നത്. അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയും, ഒത്തിരി ഓട്ടോ അതിലില്ലേ, പിന്നെ ഏത് ഓട്ടോ? അതേ പിന്നീട് നിധി പറയാം, അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം, വണ്ടിയുടെ നമ്പർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അത് തൻ്റെ മുന്നിലുള്ള ഫ്രണ്ടിലുള്ള ആ ഓട്ടോ തന്നെ ആയിരിക്കും കേട്ടോ. ഉടൻ തന്നെ നിധി പറയണം, ആ ഓട്ടോയാണ് എൻ്റെ ആൻറ്റി ഉള്ളത്, എന്തായാലും നമുക്ക് പോവാമെന്ന് പറയാം കേട്ടോ. ഈ സമയം വസുന്ധരയാണെങ്കിലും ഇനി താലി കെട്ടാം, നിധി എപ്പോൾ വേണമെങ്കിലും ഇവിടെ എത്തും, അതുകൊണ്ട് നമുക്ക് താലികെട്ട് നടത്താം എന്നിങ്ങനെ പറയുമ്പോൾ ശിവാനി സമ്മതിക്കുന്നില്ല കേട്ടോ. ശിവാനി പറയണേ, എൻ്റെ ആൻറ്റി, എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ കല്യാണത്തിന് എൻ്റെ അമ്മ എത്തണമെന്ന് എൻ്റെ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ഒരു സ്വപ്നം നിറവേറുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മ കാണിക്കേ കല്യാണം നടത്തിയാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വസുന്ധരയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. വസുന്ധര പറയണേ, എന്താ ശിവാനി, നിനക്ക് ഇത്ര ബുദ്ധിയില്ല? നിധി എന്ന് പറയുന്നവൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ വിവാഹം മുടക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നീട് ഈ നിൽക്കുന്ന പ്രണവ് നിൻ്റെ കഴുത്തിൽ താലി കെട്ടില്ല. ഒരു വിധത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ് ഞാൻ അവരെ ആ ഒരു കോവിലിൽ പൂട്ടിയിട്ട് പോകുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരുമ്പോൾ ആ കോവിലിൻ്റെ ഡോർ ആരെങ്കിലും തുറന്നു കൊടുത്താൽ അവരിപ്പോൾ ഇവിടെ എത്തും എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ തന്നെ ശിവാനി, പ്ലീസ് ആൻറ്റി, എൻ്റെ അമ്മയുടെ ആഗ്രഹമല്ലേ, എൻ്റെ അമ്മക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ഒരു മകളല്ലേ ഞാനുള്ളൂ, അതുകൊണ്ട് എൻ്റെ വിവാഹം കാണണമെന്ന് എൻ്റെ അമ്മക്ക് ആഗ്രഹം ഉണ്ടാവില്ല. ശരി ശരി, ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ പറ്റില്ല, കാരണം ആപത്താണ്, അതിൽ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ ആപത്താണെന്ന് പറയാം കേട്ടോ. പിന്നീട് നിധിയെയും ഗൗതമിനെയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ യാത്ര തുടരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഗോപിയും പാറുവും കൂടി വിളിക്കുകയാണ്, എന്തായി മക്കളെ, നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടോ? ആ, ഞങ്ങൾ രക്ഷപ്പെട്ടു, ഇപ്പോൾ നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അതൊക്കെയുണ്ട്, പ്രണവിൻ്റെ വിവാഹം നടക്കുന്ന ആ അമ്പലം ഏതാണെന്ന് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ രേണുകാൻ്റിയെ ഫോളോ ചെയ്ത് പോവുകയാണെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഇവരുടെ തന്നെ പറയണേ, എനിക്ക് എൻ്റെ മകൻ്റെ കല്യാണത്തിന് അവിടെ എത്തണം, അവൻ്റെ കല്യാണം മുടക്കണം എന്ന് ഗോപിയും പാറുവും പറഞ്ഞ ഉടനെ എന്തായാലും ഞങ്ങൾ പോകുന്ന ആ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇട്ടുതരാം, ലൈവ് ലൊക്കേഷനായിട്ട് ഞാൻ അപ്പോഴേക്കപ്പം തന്നെ അമ്മയോട് പറയാം, അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയെന്ന് പറയട്ടോ. ശരി മക്കളെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും വണ്ടിയെടുത്ത് പെട്ടെന്ന് ഇറങ്ങാണ് കേട്ടോ. എന്നാൽ ഈ സമയം വസുന്ധരയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്, നിൻ്റെ അമ്മയെ കാണുന്നില്ലല്ലോ ശിവാനി, എത്ര നേരമായി നിൻ്റെ അമ്മയെ കാണുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ ശിവാനി പറയും, ഇപ്പോൾ വരും, അല്ലെങ്കിൽ നിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ തന്നെയാണ്, എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു കറക്റ്റ് സമയം ഒന്നും നിൻ്റെ അമ്മയ്ക്കില്ല, അങ്ങനെയാണ് നിൻ്റെ അമ്മയും നീയും ഒക്കെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് മുടക്കുകയുള്ളൂ. അപ്പോൾ ശിവാനി ഇങ്ങനെ തല ചൊറിയാണ് കേട്ടോ. അത് കേൾക്കുന്ന CK ചന്ദ്രബോസ് പറയാണ്, വസുന്ധര പറയുന്നതിന് കാര്യമുണ്ട്. അപ്പോഴേക്കും CK ചന്ദ്രബോസിൻ്റെ ഭാര്യയും പറയുന്നുണ്ട്, വസുന്ധര പറയുന്നതിൽ കാര്യമുണ്ട്, എന്തായാലും ഇത്രയും ആയില്ലേ, ഇനിയിപ്പോൾ എന്തായാലും വസുവിൻ്റെ വാക്കുകൾക്ക് അങ്ങനെ വില തള്ളല്ല, കുറച്ച് നേരം ശിവാനിയുടെ വാക്കുകൾക്ക് നമുക്കൊന്ന് മൂല്യം കൊടുക്കാം. അതൊക്കെ കൊടുക്കാൻ നിന്നാൽ നിധി എന്ന് പറയുന്നവൾ ഇവിടെ വന്ന് കയറിക്കഴിഞ്ഞാൽ തീർച്ചയായും കല്യാണം മുടങ്ങിയിരിക്കും എന്ന് വസുന്ധര തറപ്പിച്ച് പറയുമ്പോൾ ശിവാനിയുടെ ഉള്ളിൽ പെടപെടക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം രേണുക സ്വപ്നങ്ങൾ നെയ്യിൽ തുടങ്ങി. രേണുക ഒരുപാട് സ്വപ്നങ്ങൾ, കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ മകളുടെ കഴുത്തിൽ പ്രണവ് താലി കെട്ടിക്കഴിഞ്ഞാൽ ഈശ്വരമംഗലം ആ വസുന്ധരയ്ക്ക് ഇട്ട് തന്നെ ആദ്യം കൊടുക്കണമെന്നൊക്കെ ചിന്താഗതിയോട് കൂടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ മതി, നിർത്ത്, ഇനി നിൻ്റെ അമ്മയെ കാത്തു നിൽക്കാൻ പറ്റില്ല എന്ന് ഇപ്പുറത്ത് വസുന്ധര പറയുമ്പോൾ ശിവാനി പറയണേ, ശരി ഞാൻ എൻ്റെ അമ്മക്ക് വിളിച്ച് നോക്കട്ടെ എന്ന് പറയണേ. അങ്ങനെ ഉടൻ തന്നെ ശിവാനിയെ തൻ്റെ അമ്മക്ക് വിളിക്കണം. അപ്പോൾ സുന്ദര വേഗം വിളിക്കുമെന്ന് പറയണേ, അമ്മ എവിടെ എത്തി? ഞാൻ ഇന്ന റൂട്ടിലാണ്, എവിടെ എത്തിയിട്ടുള്ളൂ? എന്താ മോളെ, അല്ലേ അമ്മയെ കാത്തിട്ടാണ് ഇവിടെ താലികെട്ട് നടത്താത്തത്, ഒത്തിരി നേരമായി അമ്മയെ നിൽക്കുന്നത്. എടി നീ താലി കെട്ടിക്കോ, ഞാനങ്ങ് എത്തിക്കോളാം, നീ താലി കെട്ടിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം ഇവരിങ്ങനെ പോകുന്നത് ലൈവായി തന്നെ നിധി ഇങ്ങനെ ലൊക്കേഷൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഡ്രൈവറും ഇവരുടെ സംസാരം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശിവാനി ഒരു വൃത്തികെട്ട രീതിയിലാണ് ശിവാനി സംസാരിക്കുന്നത്. എത്ര നേരമായി അമ്മക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്, എന്നിട്ട് എന്താ കാര്യം, അമ്മ എന്താ വരാത്തതെന്ന് പറയുമ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് ഇന്ന ഭാഗത്തെ എത്തിയിട്ടുള്ളൂ എന്ന് പറയട്ടോ. ഈ സമയം വസുന്ധരയ്ക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ്, പല്ലിലിങ്ങനെ ഇറുക്കി കടിക്കുകയാണ്. എന്നാൽ ഫോൺ കട്ട് ചെയ്തോടെ തന്നെ രേണുക അങ്ങ് ചൂടാവാണ് ഡ്രൈവറോട്, നിങ്ങൾ എന്ത് രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത്, വേഗം വണ്ടി ഓടിച്ചൂടെ, എന്നാൽ ഈ പറയുന്ന സ്ഥലത്തെത്തും എന്ന് പറയുമ്പോൾ ഡ്രൈവർ അങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം രേണുക എന്ത് ചെയ്യുന്നു, തൻ്റെ ഫോണിൻ്റെ അടുത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ അതിൽ കാണാം ലൈവ് ലൊക്കേഷൻ ഇങ്ങനെ നിധിക്ക് അയച്ചു കൊടുത്ത ആ ഒരു ഇത് കാണുന്നത്. ആ മെസ്സേജ് കാണുമ്പോൾ രേണുക ഞെട്ടിപ്പോവാണ്.
ഞാൻ അയച്ചിട്ടില്ലല്ലോ നിധിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജും. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എനിക്കറിയില്ല. ഈ ലൈവ് ലൊക്കേഷൻ എന്തിനാണ് ഇപ്പം നിധിക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യം? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫോണെടുത്ത് ഇങ്ങനെ നോക്കിയതിന് ശേഷം ഗ്ലാസ്സിലൂടെ പിറകിൽ നോക്കുമ്പോൾ കാണാം ഗൗതമിൻ്റെ വണ്ടി പിറകിൽ വരുന്ന കേട്ടോ. ഇത് കാണുന്ന രേണുക ഞെട്ടാണ്. പിന്നീട് രേണുക ഒന്നും നോക്കില്ല. പെട്ടെന്ന് വസുന്ധരയ്ക്ക് ഫോൺ വിളിക്കുകയാണ്. വസുന്ധരയോട് കാര്യങ്ങൾ പറയണേ. വസുന്ധരയെ ഇങ്ങനെ എൻ്റെ ഫോണിൽ നിന്ന് ആരോ ലൈവ് ലൊക്കേഷൻ നിധിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വസുന്ധര ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അങ്ങനെ ഇവരോട് പെട്ടെന്ന് വസുന്ധര ഇനി നിൻ്റെ അമ്മയെ കാക്കണ്ട, നീ പെട്ടെന്ന് താലികെട്ട് നടത്തുക എന്നിങ്ങനെ രേണുകയും പറയും വസുന്ധരയും പറയും. അങ്ങനെ അവരുടെ താലികെട്ട് നടത്താൻ വേണ്ടി കതിർമണ്ഡപത്തിൽ ഇരിക്കുന്ന ആ ഒരു സീൻ വരെയൊക്കെ ആയിരിക്കും ഇന്ന് വരുന്നത്.